എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ആയിരിക്കുക ഏറെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏഞ്ചൽ റോസാണ്. നസർത്ത് സിസ്റ്റേഴ്സ് സഭാംഗമായ സിസ്റ്ററിൻ്റെ വിശേഷങ്ങളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കേട്ടത്. സിസ്റ്ററിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ സിദ്ധി എന്തെന്ന് വെച്ചാൽ മനോഹരമായ അഭിഷേകം തുളുമ്പുന്ന വരികൾ സിസ്റ്ററും എഴുതും. ആ വരികളുടെ ജീവൻ ഒട്ടും കളയാതെ സുന്ദരമായ സംഗീതം നൽകി സിസ്റ്ററിൻ്റെ സുന്ദരമായ ശബ്ദത്തിലൂടെ ആ ഗാനങ്ങൾ അത് പലതും നമ്മൾ നെഞ്ചിൽ ഹൃദയത്തിലേറ്റിയതാണ്. ഇന്ന് സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. പാസ്റ്ററൽ മിനിസ്ട്രി വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സിസ്റ്ററിൻ്റെ ചില വിശേഷങ്ങളും വളരെ ഹൃദ്യമായ അനുഭവങ്ങളൊക്കെ നമുക്കിന്ന് നമുക്ക് കേൾക്കാനുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് പ്രിയപ്പെട്ട ഏഞ്ചൽ സിസ്റ്ററിൻ്റെ സുന്ദരമായ ഒരു ഗാനത്തിലൂടെ ആകട്ടെ. കൂടെ നടക്കാൻ
സിസ്റ്റർ വളരെ 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 മനോഹരമായിരിക്കുന്നു, വളരെ ഹൃദയത്തിൽ നിന്ന് പറയുക. കാരണം ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യമേ തന്നെ പറഞ്ഞാണ്, വളരെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള വരികൾ സിസ്റ്റർ എഴുതുന്നു. അതിൻ്റെ ജീവൻ കളയാത്ത സംഗീതം, സുന്ദരമായ ആലാപനം. എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടിയുള്ള ഗാനമാണ്. നമ്മൾ സന്യാസ ജീവിതം നയിക്കുന്ന നമ്മൾക്ക് പ്രചോദനം നൽകുന്ന കൊയറിലൊക്കെ നോക്കിയത്. കാരണം ഇത്ര സുന്ദരമായ പാട്ടുകൾ ഏറെയുണ്ട്. സന്യാസ വ്രതങ്ങളുടെ നവീകരണത്തിനൊക്കെ പാടുന്ന, തിരുപ്പട്ടത്തിന് പാടാൻ പറ്റുന്ന, വ്രത നവീകരണത്തിന് പ്രത്യേകിച്ച് അല്ലേ, അഭിഷേകമുള്ളൊരു ഗാനം സിസ്റ്ററെ. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സിസ്റ്ററെ. അഭിഷേകം ഏറെയുണ്ട് സിസ്റ്ററെ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അനുപല്ലവി വരുമ്പോഴും ചരണം വരുമ്പോഴൊക്കെ നല്ല ഹൈ ടോൺ വരുന്നുണ്ടല്ലേ സിസ്റ്റർ. ഇടയ്ക്ക് ശബ്ദമൊക്കെ പോയൊരു അനുഭവമൊക്കെ പറയാനുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നത് സിസ്റ്റർ സിസ്റ്റർ മ്യൂസിക് പഠിച്ചിട്ടില്ല, പക്ഷേ ഇത് എനിക്കും അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് പറയാൻ അറിയത്തില്ല. എന്നാൽ പോലും ഇതൊരു നല്ലൊരു രാഗത്തിൻ്റെ ചിട്ട ഇതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ ലയവും താളവും ഒക്കെ ഉണ്ട്. പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സിസ്റ്റർ പഠിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ അത് കളയരുത്. ഈ പാട്ടിനെ പറ്റി വിശേഷങ്ങളും പിന്നെ സിസ്റ്ററിൻ്റെ ആ ശബ്ദത്തെ പറ്റിയൊക്കെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ചെറുപ്പത്തിൽ എഴുതുന്ന സമയത്താണ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ശബ്ദം പോയത്. പിന്നീട് ഞാൻ പാടിയിട്ടില്ല. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാടിക്കൊണ്ടിരുന്നതാണ്. അതായത് 3 വയസ്സ് മുതൽ 3ാം ക്ലാസ് വരെ പാടി, പിന്നെ പാടിയിട്ടില്ല. പിന്നെ പാടുന്നത് കോൺവെൻറ്റ് വന്നതിന് ശേഷമാണ്. കോൺവെൻറ്റ് വന്ന് നോഷിറ്റ് കാലത്താണ് ശരിക്കും ഞാൻ ശബ്ദം പതുക്കെ തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞ് ഇടവയിലോട്ട് പോയി, ഇടവയിൽ ചെന്നിട്ട് പിന്നെ സാധാരണ രീതിയിലേക്ക് ഒരു അനുഭവം. ഇങ്ങനെ ആദ്യമൊക്കെ കൊച്ചിയിലെ സിസ്റ്റർ മനോഹരമായിട്ട് പാട്ട് പാടും. 3ാമത്തെ ക്ലാസ്സിലൊക്കെ ആയപ്പോൾ സൗണ്ട് പോയപ്പോൾ പിന്നെ സിസ്റ്റർ കഥാപ്രസംഗത്തിലേക്ക് അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടല്ലേ. സംസ്ഥാന തലത്തിലൊക്കെ ഞാൻ ഇങ്ങനെ പോയിരുന്നു. പിന്നെ മറ്റേ ഇടവുകളിൽ പോയി കഥാപ്രസംഗം പറയുമായിരുന്നു. പിന്നീട് ആണ് ഇങ്ങനെ സൗണ്ട് വന്നതും. സംസാരിക്കുമ്പോൾ പ്രശ്നമില്ല, പാടാൻ പറ്റുന്നില്ല. അതായത് ഒട്ടും ശബ്ദം ലോയിലാണ്. അതായത് താഴെയുള്ള സൗണ്ട് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും, ഹൈയിലേക്ക് ഒട്ടും പോകില്ല. പക്ഷെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്തോരമാണ് ആ അനുപല്ലവി മറ്റൊക്കെ വരാൻ നേരത്ത് നല്ല ഹൈ ടോണില്. അതിനുശേഷമുള്ള കാര്യങ്ങൾ, അതിനുശേഷം പിന്നെ ഉടുപ്പിടിയനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാടാനാക്കിയിട്ട് പോയി. പിന്നീട് എനിക്ക് ഈ ശബ്ദത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് പാട്ട് ഇറക്കിയത് ഗോതമ്പ് മണി പോലെ എഴുകാം, അത് ആ പാട്ടിനായിരുന്നു. ആ പാട്ട് പാടിയപ്പം ഇതിനു മുമ്പ് ഇപ്പോൾ ഉള്ള ജനാമ സിസ്റ്റർ ജസീന്ത, അതിന് മുമ്പുണ്ടായിരുന്നത് സിസ്റ്റർ ഗ്രേസ് മേരി. ഈ സിസ്റ്റർ ആയിരുന്നു അതിന് ഈ സ്വരത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ളൊരു പ്രചോദനം. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല. ഈ ഗാനം കൂടെയുണ്ട് ദൈവം, അതിനെ പറ്റി ഒന്ന് പറയാം. പാട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പാട്ട് ഒരു ദിവസം ഞാൻ ഫാദർ റോബിൻ മുതുമരത്തിൽ അച്ഛൻ എന്നോട് ഒരു ദിവസം നല്ലൊരു പാട്ടുകാരനാണ്, നല്ല സംഗീതജ്ഞനാണ്, ഒരുപാട് നമ്മളെ വളർത്തുകയും ചെയ്യുന്ന ഒരു അച്ഛനാ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഏഞ്ചലിസ്റ്റേ സിസ്റ്റർ ഒരു പാട്ട് എഴുതുക, നല്ലൊരു പാട്ട് എഴുതുക. സിസ്റ്റർ ഒരുപാട് പാട്ട് എഴുതുന്നുണ്ട്, പക്ഷേ നല്ലൊരു പാട്ട് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ അത് ഞാനല്ല ചെയ്യുന്നേ, ഇത് ഈശോ തരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പാട്ട് തരാം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അത് ഈശോ തന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ഈ റോബിനച്ചൻ പറഞ്ഞു എന്ന് പറ, ഒരു പാട്ട് എനിക്ക് തരാൻ പറഞ്ഞെന്ന് പറ. ഞാൻ പറഞ്ഞു പറയാം അച്ഛാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ നിർത്തി വെച്ചിട്ട് അപ്പം പരിശുദ്ധാത്മാവേ റോബിനച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു പാട്ട് തരാൻ, എനിക്കൊരു പാട്ട് തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി. ചെയ്തുകൊണ്ടിരിക്കുമ്പം അറിയാതെ ഇങ്ങനെ 4 ലൈൻ പാടി. ആദ്യത്തെ വിളിച്ചനാഥൻ എന്നെ സ്വന്തമാക്കി എന്നുവരെ ഉള്ള അറിയാതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ ഇത് ഒരു സന്യാസ്തരുടെ ഒരു പാട്ടാണ് കൂടെ. അപ്പം അതിൻ്റെ ട്യൂണും നല്ല ഒരു ഭയങ്കരമായിട്ട് ഒരു അനുഭവമുള്ള, വരികൾ വരുമല്ല ട്യൂൺ അടക്കമാണ്, പാടുവാഴുന്നേ. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും ഞാൻ പാടി പൂർത്തിയാക്കി. അരമണിക്കൂറിൽ ഞാൻ ചെയ്ത് ഞാൻ പോയിട്ട് മൊബൈലിൽ പിടിച്ചിട്ട് അച്ഛൻ അയച്ചു കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ഇത് ഭയങ്കരമായിട്ട് അനുഭവമാണ്, അത് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് എനിക്ക് അനുഭവമാണ്, അതുകൊണ്ട് എന്താണെങ്കിലും ഈ പാട്ട് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ കട്ടപ്പനയ്ക്ക് സ്ഥലം മാറിപ്പോന്നു. അതുകൊണ്ട് അത് അങ്ങോട്ട് പെൻഡിങ്ങിലായി. അച്ഛൻ ഈ കട്ടപ്പന ഏരിയ എവിടെയാണ്ടായിരുന്നു, ഇടുക്കിയിലായിരുന്നു. അച്ഛൻ കുന്നത്തേക്കും സ്ഥലം മാറിപ്പോയി. അപ്പം അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പിന്നീട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു.
അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നീട് എപ്പോഴും നമുക്ക് സമയം കിട്ടും, നമുക്ക് അന്നേരം ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു, റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോരെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ഇതങ്ങനെ ചെയ്യുക ചെയ്തേ. അപ്പം ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ അതാ ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു പാട്ടായി. പിന്നീട് എന്നെ ഒത്തിരി സഹായിക്കുന്ന ഒരു സിസ്റ്ററാണ് SBSലെ സിസ്റ്റർ മേരി കൂട്ടിയാനി. സിസ്റ്റർ നന്നായിട്ട് പാട്ട് എഴുതുന്ന ആളാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ അറിയുന്നൊരു സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പം തലശ്ശേരിയിലുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരുപാട് എന്നെ സഹായിക്കുന്ന ഓരോ സിസ്റ്റർ ഇങ്ങനെ പാട്ട് ഞാൻ കിട്ടുന്ന സിസ്റ്ററിന് ഇട്ട് കൊടുക്കും, സിസ്റ്റർ അത് പറഞ്ഞു തരും അപ്പം എങ്ങനെയൊക്കെയാന്നൊക്കെ. അപ്പം സിസ്റ്റർ പറഞ്ഞു ഇതിനൊരു കോറസും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഏഞ്ചലേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ധോണി ധ്യാനിക്കാൻ പോവാം. അപ്പം പോകുമ്പം എന്നെ ട്രെയിനിലിരുന്നാണ് അതിൻ്റെ കോറസ് കിട്ടിയത്. അപ്പോൾ ആ കോറസ് ഞാൻ റോബിനസിന് ഇട്ട് കൊടുത്തു. അച്ഛൻ പറഞ്ഞു സിസ്റ്റർ എന്ത് വേണേലും ഈ പാട്ടിന് വേണ്ടി ചെയ്തോ, അത് മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കോറസ് കിട്ടി. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം അതിൻ്റെ ഒരു മൂളുന്നൊരു ഭാഗമുണ്ട്, ഒരു ഹമ്മിങ് ഇടയ്ക്കുണ്ട്. അത് ഇതിനകത്തില്ലായിരുന്നു. അതും ഇതെന്ത് ഭംഗിയാക്കണം എന്ന് വിചാരിച്ചോ അതെല്ലാം പരിശുദ്ധാത്മാവ് അതിനകത്ത് തന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ പറഞ്ഞല്ലോ മണിപ്പാറ എന്ന ഇടവേലായിരുന്നു എനിക്ക് കല്യാണത്തിന് പാടിപ്പം പൈസ കിട്ടിയെന്ന്. ആ പൈസ ജനാളമ്മയുടെ അനുവാദത്തോടു കൂടി ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ ഈ പാട്ട് ഇതാണ് ഇപ്പൊ സിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് പോയ പോക്ക് കണ്ടോ പാട്ടിന്റെ. വളരെ സുന്ദരമായിട്ടുണ്ട് സിസ്റ്റർ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സിസ്റ്റർ ഒരു ഗാനം കൂടി നമുക്കൊന്ന് കേൾക്കാം. നസ്രത്തിലെ തച്ചനല്ലേ നസ്രത്തിലെ തച്ചനല്ലേ യേശുനാഥന്റെ പ്രിയതാതൻ കന്യകാമേരിതൻ പ്രിയകാന്തൻ. നസ്രത്തിലെ തച്ചനല്ലേ യേശുനാഥന്റെ പ്രിയതാതൻ കന്യകാമേരിതൻ പ്രിയകാന്തൻ. തളിർത്തൊരലിയും ശാന്തമാമുഖശോഭയും തളിർത്തൊരലിയും ശാന്തമാമുഖശോഭയും നിദ്രയിൽ പോലും ദൈവസ്വരം കേൾക്കാൻ നിദ്രയിൽ പോലും ദൈവസ്വരം കേൾക്കാൻ ജാഗ്രതയാലുള്ള ഉറക്കവും വിശുദ്ധനാം യോസേപ്പിൻ മുഖമുദ്രയല്ലേ വിശുദ്ധനാം യോസേപ്പിൻ മുഖമുദ്രയല്ലേ. നസ്രത്തിലെ തച്ചനല്ലേ താം തജ്ജം 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 തരികിടതാം തജ്ജം 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 തരികിട തകധിമി തകജണു തകധിമി തകജണു തകധിമി തകജണു തധീം തതികിടത്തോം തധീം തതികിടത്തോം തധീം തതികിടത്തോം തകധിമി തകജണു തകധിമി തകജണു തകധിമി തകജണു തധീം തതികിട
സംശയത്താൽ വിധിക്കാതെ പ്രതിശ്രുതവധൂവിനെ സംശയത്താൽ വിധിക്കാതെ നസ്രത്തിലെ തച്ചനല്ലേ പിതാവിൻ മരണം യേശുനാഥന്റെ മടിയിൽ യോസേപ്പ് പിതാവിൻ മരണം യേശുനാഥന്റെ മടിയിൽ കന്യകമേരിതൻ സംരക്ഷണയിൽ ദൈവപിതാവിൽ സംപ്രീതനായി നന്മരണത്തിൻ മധ്യസ്ഥനല്ലേ നന്മരണത്തിൻ മധ്യസ്ഥനല്ലേ നസ്രത്തിലെ തച്ചനല്ലേ യേശുനാഥന്റെ പ്രിയതാതൻ കന്യകമേരിതൻ പ്രിയകാന്തൻ നസ്രത്തിലെ തച്ചനല്ലേ യേശുനാഥന്റെ പ്രിയതാതൻ കന്യകമേരിതൻ പ്രിയകാന്തൻ. സിസ്റ്ററെ, വളരെ വളരെ സുന്ദരം. ഔസപിതാവിൻ്റെ ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വ്യത്യസ്തവും വളരെ വളരെ ഹൃദ്യമായിട്ടുള്ളതാണ്. കാപ്പി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു സെമി ക്ലാസിക്കൽ ഒരു ഇതിൻ്റെ നൃത്താവിഷ്കരണം ഇറങ്ങിയിട്ടുണ്ടല്ലേ, രണ്ടുപേര് കളിക്കുന്ന മനോഹരമായ. ഞാൻ ഇത് സിസ്റ്റർ തന്നെ എഴുതി, സിസ്റ്റർ എന്നെ സംഗീതം ചെയ്തു, ഇതിൻ്റെ എല്ലാ സിസ്റ്ററാണോ എല്ലാം ചെയ്തത് കംപ്ലീറ്റ്? ഈ പാട്ട് യേശുപിതാവിൻ്റെ വർഷത്തിൽ പരിശുദ്ധാത്മാവ് തന്നതാണ്. അത് ഈ പാട്ടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഇതിൻ്റെ ഒരു 4 ലൈന് ആദ്യം മനസ്സിൽ ഇങ്ങനെ പാട്ടായിട്ട് ഈ പാട്ടിങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് എന്നെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നും അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ നാവി വന്ന് അതങ്ങോട്ട് കിട്ടിയതാണ്. ഇത് ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു, ഈ ഇത്രയും വരികൾ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ തജ്ജം അതെല്ലാം ജതിയെല്ലാം ഞാൻ തന്നെ ഇട്ടു, സ്വരങ്ങളും ഞാൻ ഇട്ടു. സ്വരം ഇട്ട് ശരിയായില്ല, സ്വരം പോയി. അത് ടീച്ചർ തിരുത്തി ടീച്ചർ പുതിയതായിട്ടാക്കി തന്നു. അതൊക്കെ വളരെ കൃത്യമായിട്ട് അത് അങ്ങനെ കിട്ടി. പിന്നെ സ്വരങ്ങളൊന്നും ശരിയല്ലായിരുന്നു, അതെല്ലാം ടീച്ചർ വന്നിട്ട് ഇതാക്കി തന്നു. പിന്നെ ബാക്കിയെല്ലാം ടീച്ചറിന്റെ ഇത് പ്രകാരമാണിത് ചെയ്ത് ബാക്കി എല്ലാം. വരികളൊക്കെ ഉണ്ടല്ലോ, തള്ളിക്കളഞ്ഞില്ല ഔസപിതാവ്, കല്ലെറിഞ്ഞില്ല അല്ലേ, അതൊക്കെ സുന്ദരമായ വരികൾ. ഈ ഗാനം സിസ്റ്ററിന് കുറച്ചും കൂടി സിസ്റ്റർ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു ഗാനമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം മാർപ്പാപ്പയുടെ ആശീർവാദം കിട്ടിയ ഒരു ഗാനം കൂടിയാണ്. അതുകൂടി പറഞ്ഞേ. ഇത് ഔസപിതാവിൻ്റെ വർഷമാണ്. അപ്പോൾ ഇത് മാർപ്പാപ്പ കാണാനുണ്ട്. നസ്രത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ വന്ന് കാണുക എന്നൊന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അപ്പോൾ നസ്രത്തിൽ നിന്ന് വന്ന് കാണാനുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മാർപ്പാപ്പ ഇത് കണ്ട് ആശീർവദിച്ചിട്ട് എൻ്റെ സമൂഹാംഗങ്ങൾക്ക് ഒരു ആശീർവാദം വേണം, ഇത് മാർപ്പാപ്പ കാണണം, അതാണ് കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം, ഒരു വീഡിയോ ഒന്നും മാർപ്പാപ്പ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം ആരും മുഖേന ഇത് മാർപ്പാപ്പ കാണും, അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം എനിക്കങ്ങനെ ഒരു അങ്ങനെയുള്ള പുറമേക്കുള്ള ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി സിനി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട്, സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ റോമിലന്ന് പഠിച്ചുകൊണ്ടിരിക്കും, പഠനമൊക്കെ കഴിഞ്ഞൊരു സമയമാണ്, കുറച്ചാണ്ട് പഠിക്കാനുണ്ട്, അങ്ങനെ ആ ഒരു നിൽക്കുന്ന സമയമാണ്. അങ്ങനെ യാദൃശികമായിട്ട് സിസ്റ്റർ എന്നെ വിളിക്കാനിടയായി. സിസ്റ്ററാണ് ഞാൻ അപ്പോൾ ഈ പാട്ട് അന്നേരം ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ഈ മാർപ്പാപ്പയുടെ അടുത്ത് വല്ലതും ആണോ സിസ്റ്റർ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ മാർപ്പാപ്പനെ ഞാൻ കാണാറുണ്ട്, അങ്ങനെ അകലെ വെച്ച് ഇങ്ങനെ കാണാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പാട്ടുണ്ട്, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എനിക്ക് പരിചയമില്ല, ഞാനൊന്നുമല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ സീറോ ആയിട്ട് ഇരിക്കുവാണ്, മാർപ്പാപ്പ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം എനിക്കിത് മാർപ്പാപ്പ കാണണം, എന്നിട്ട് എൻ്റെ സമൂഹത്തിന് ഒരു ബ്ലെസ്സിങ് വേണം, ഇത് ആണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ മാർപ്പാപ്പ കാണണം എന്നൊന്നും നിർബന്ധം പിടിക്കരുത്, കാരണം വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ചരിത്രത്തിൽ നടന്നിട്ടില്ല. സിസ്റ്റർ എന്നിട്ട് പലരുമായിട്ട് ഇത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാർപ്പാപ്പ കാണുമൊന്നുമില്ല, വേറെ ഒരു ബ്ലെസ്സിങ് അങ്ങനെ അത് തരാം, അങ്ങനെ ഞങ്ങൾ ആക്കിത്തരാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്ങനെയല്ല, ഇത് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു, ഏഞ്ചലിസ്റ്റ് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം, അതെന്തെങ്കിലും ഇതായിട്ട് നടന്നാൽ നമുക്കത് ചെയ്യാം. അങ്ങനെ ഇരിക്കെ ഈ സിസ്റ്ററിന് ഈ മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി, അവിടെ തന്നെ റൂമിൽ തന്നെ. ആ ഇടവകയുടെ സുപ്പീരിയർ ആയിട്ടാ സിസ്റ്റർ ചെല്ലുന്നത്, സീന, സിനി എന്നും വിളിക്കും, സീന സിസ്റ്റർ. അപ്പം സീന സിസ്റ്റർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം സിസ്റ്റർ പരിചയപ്പെട്ടു മാർപ്പാപ്പയുടെ അടുത്ത് പേഴ്സണലായിട്ട് മാർപ്പാപ്പയ്ക്കുമായിട്ട് കൂടെ നടക്കുന്ന ഒരു ആൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയുടെ കയ്യിൽ ഈ വീഡിയോ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മാർപ്പാപ്പയെ കാണിക്കാൻ. ആ കുട്ടിക്ക് മാത്രമേ മാർപ്പാപ്പയെ കാണിക്കാനുള്ള, പേഴ്സണലായിട്ട് മാർപ്പാപ്പയുടെ കൂടെ ഉള്ളതാണ്, സഹായിയായിട്ട് നിൽക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് മാത്രമേ കാണിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളൂ. അപ്പം അങ്ങനെയും കൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് എത്തിച്ചു. അതെൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ ഞാൻ ബലിപീഠത്തിൽ ഇങ്ങനെ വിരലുകൊണ്ട് എഴുതി ഓരോന്ന് ആഗ്രഹങ്ങൾ എഴുതി വെക്കും. എന്നുവെച്ചാൽ അത് മറ്റാരും കാണുന്നില്ല, പക്ഷെ അത് നിത്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം നിത്യമായിട്ട് ആ ബലിപീഠത്തിൽ കിടക്കും. ബലി അർപ്പിക്കുമ്പോൾ അത് ബലിയായിട്ട് അവിടെ കിടക്കും. നല്ല പ്രാർത്ഥന ചെയ്തിയാണത്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ എഴുതി വെച്ചു, കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് മനസ്സിന് വിഷമവും ടെൻഷനും, ഇത് നടക്കുകയില്ല അങ്ങനെ ചിന്തയൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നിട്ട് ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല, അവസാനം വരെ പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും പോയിട്ട് എഴുതി വെക്കാൻ തുടങ്ങി ബലിപീഠത്തിൽ, ഇങ്ങനെ മാർപ്പാപ്പ ഇത് കാണണം, നസത്തിൽ നിന്ന് നന്മയുണ്ടായത് കാണണം എന്ന് ഇങ്ങനെ എഴുതി വെക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം മാർപ്പാപ്പയെ കൊണ്ട് കാണിച്ചിട്ട് സിസ്റ്ററിനോട് വന്നു പറഞ്ഞു, മാർപ്പാപ്പ കണ്ടു, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആശീർവാദത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് അത് സമൂഹത്തിന് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റും അയച്ചു തന്നു. അങ്ങനെ നസറത്തിലെ തച്ചനായ ഔസപിതാവിനെ പറ്റിയുള്ള സുന്ദരമായ ഗാനം നസറത്ത് സിസ്റ്റേഴ്സ് സഭയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കാരണം മാർപ്പാപ്പ വിശുദ്ധ ഔസപിതാവിനെ അത്രമേൽ സ്നേഹിക്കുന്ന, ഉറങ്ങുന്ന മുറിയിൽ പോലും ഉറങ്ങുന്ന ഔസപിതാവിനെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ബ്ലെസ്സിങ്ങിന് കാരണമായൊരു ഗാനം കൂടിയാണ് സിസ്റ്ററിൻ്റെ ഗാനം. അച്ഛാ, പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ഉണ്ടല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ ഭംഗിയാണ് അത് കേൾക്കാൻ. അച്ഛൻ ആ ഒരു പാട്ടൊന്ന് പാടി. ഉറപ്പായിട്ടും എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. പരിശുദ്ധ കന്യകയേ, നിന്നനുഗ്രഹമഴ ചൊരിയണമേ അമ്മേ.
അമ്മേ നിന്നനുഗ്രഹമഴ ചൊരിയണമേ അമ്മേ അമ്മേ. സ്നേഹത്തിൻ്റെ ഉറവിടം നീയമ്മേ, കാരുണ്യത്തിൻ നിറകുടം നീയമ്മേ, വാഗ്ദാനത്തിൻ പേടകം നീയേ, സ്വർലോകത്തിൻ ദ്വാരകം നീയമ്മേ അമ്മേ. വാഗ്ദാനത്തിൻ പേടകം നീയേ, സ്വർലോകത്തിൻ ദ്വാരകം നീയമ്മേ അമ്മേ. വളരെ നല്ലതായിരുന്നു. നല്ല ഭംഗിയുള്ള പരിശുദ്ധി അമ്മയെ ശരിക്കും നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിശുദ്ധി അമ്മയുടെ ശരിക്കും ഒരു ഓർമ്മ വരുന്ന ആ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു നല്ലൊരു പാട്ടായിരുന്നു. വളരെ നന്ദി വെച്ചാൽ. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ നല്ല ഒരു വളരെ ഹൃദ്യമായിട്ട് തോന്നിയൊരു എപ്പിസോഡായിരുന്നു. കാരണം സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും സിസ്റ്ററിന് ദൈവം നൽകിയ അപാരമായൊരു സിദ്ധി എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശബ്ദം പോയപ്പോഴൊക്കെ അത് വീണ്ടെടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡും കൂടിയായിരുന്നത്. ഒത്തിരി സന്തോഷം. വളരെ ഞാനിവിടെ ഇരിക്കുമ്പോഴും അതിൻ്റെ എനിക്ക് തന്നെ ഒരു ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഫീൽ ചെയ്യുന്ന പോലെ ഈ പ്രസൻസിൽ ഒത്തിരി സന്തോഷം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഏഞ്ചൽ സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്, സുന്ദരമായ ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹോം മിഷൻ ധ്യാനങ്ങളൊക്കെ നടത്തിയപ്പോൾ, ക്രിസ്ത്യൻ ധ്യാനം നടത്തിയപ്പോഴൊക്കെയുള്ള വളരെ ഹൃദയസ്പർശീയമായിട്ടുള്ള രസകരവുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി. ഷാരോണിന്റെ റോസാപ്പൂ നീ, ലബനോനിന്റെ ലില്ലിപ്പൂ നീ, ദാവീദിന്റെ ഗോപുരം നീയെ, പുലർകാലത്തിൻ നക്ഷത്രം നീയെ അമ്മേ. ദാവീദിന്റെ ഗോപുരം നീയെ, പുലർകാലത്തിൻ നക്ഷത്രം നീയെ അമ്മേ. അമ്മേ മരിയേ മാതാവേ, പരിശുദ്ധ കന്യകയേ,